എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ് മിൽക്ക് പൗഡർ ബർഫി. ബർഫി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും ഒരു 5 ഏലക്കയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഏലക്കയുടെ കുരു മാത്രം ചേർത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഒരു 2 കപ്പ് നിറച്ച് പാൽപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാര. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം മധുരം നോക്കിയിട്ട് മുഴുവൻ വേണം എന്നില്ല, മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഒരു 1/2 കപ്പ് പാല്, കുറച്ച് പിസ്ത പൊടിച്ചതാണ്, പിന്നെ ഒരു 5 ടേബിൾ സ്പൂണോളം നെയ്യ്. ഇത്രയാണ് നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമ്മളൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബർഫി നമ്മൾ ഈ പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ നമ്മളിത് റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാത്രം ചൂടായി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 5 ടേബിൾ സ്പൂണോളം നെയ്യാണ് നമ്മൾ ഒഴിക്കുന്നത്. അത് ഒഴിച്ച ഉടനെ തന്നെ മെൽറ്റായി കിട്ടും. ഇനി മെൽറ്റായ നെയ്യിലേക്കാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് പാലാണ് ഇവിടെ എടുത്തത്. 1/2 കപ്പ് പാല് നമ്മൾ ചൂടായ മെൽറ്റായ നെയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തിളപ്പിച്ചാറിയ പാലാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇനി പാല് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാല് നല്ലപോലെ ചൂടായി. ഇനി നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം കട്ടയില്ലാതെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇളക്കി കൊണ്ടേ ഇരിക്കണം. എന്നിട്ട് കുറച്ചായിട്ട് പാൽപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പാൽപ്പൊടി നമ്മൾ കുറച്ചായി ചേർത്തിട്ട് മുഴുവൻ ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞു. 2 കപ്പ് പാൽപ്പൊടിയാണ്, അത് മുഴുവൻ ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം. പാൽപ്പൊടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അത് മുഴുവൻ ചേർക്കേണ്ട, കുറച്ച് ചേർത്ത് നോക്കി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത്, മുഴുവൻ ഇടേണ്ട ആവശ്യമില്ല, ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ഏകദേശം വരും. അത്ര ഒരു മധുരം ആവശ്യം വരും. കാരണം ഓൾറെഡി ഇതിൽ പാൽപ്പൊടിയിൽ മധുരം ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചേർക്കാൻ പാടുള്ളൂ. പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുഴുവൻ ചേർത്തിട്ടില്ല, കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് മധുരം എത്രയാണോ അത് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നോക്കി കുറച്ച് കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കുക. നമ്മൾ മധുരം ചേർത്ത് കഴിഞ്ഞ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാതെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത് ചെറിയ തീയിൽ വെച്ചിട്ടായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറു തീയിൽ വെച്ചിട്ട് ഇനി ഇതിങ്ങനെ കട്ടിയാക്കിയിട്ട് എടുക്കണം. ഇത് നന്നായിട്ട് കുറുകിയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് എടുത്തിട്ട് വേറെ പാത്രത്തിൽ വെച്ച് കൈകൊണ്ട് ഉരുട്ടി നോക്കാം. അപ്പോൾ ഉരുട്ടി നോക്കാം നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് റെഡി ആയിരുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ വെള്ളമൊക്കെ പറ്റി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ബർഫി റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഗ്രീസ് ചെയ്ത പാത്രം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ബർഫീൻ്റെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ബർഫിയുടെ മിക്സ് ഇനി നമുക്കൊന്ന് കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തേക്കും ആവുന്ന രീതിയിൽ, ആ പാത്രത്തിൻ്റെ എല്ലാ സ്ഥലത്തേക്കും ആകുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ബർഫി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്ത ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിസ്ത തന്നെ ആവണമെന്നില്ല, ബദാമോ കാഷ്നട്ട് എന്താ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അത് ചേർക്കാം. നട്ട്സ് എന്തെങ്കിലും ചേർക്കാം. എന്നിട്ട് ചൂടാറിയ ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബർഫി റെഡി ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.